എല്ലാവർക്കും വിശുദ്ധ അന്തോണിയൂസിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഒരിടത്ത് വലിയ അറിവുള്ളൊരു പ്രസംഗകനുണ്ടായിരുന്നു. അദ്ദേഹം വേദിയിൽ കയറി ദൈവത്തെക്കുറിച്ച് വളരെ വാചാലമായി പ്രസംഗിക്കും. പക്ഷേ കേൾക്കുന്നവർക്ക് അതൊരു വെറും പ്രസംഗമായിട്ടേ തോന്നിയിട്ടുള്ളൂ. ആരുടെയും ഹൃദയത്തിൽ അത് സ്പർശിച്ചിട്ടില്ല. ഒരിക്കൽ പ്രസംഗം കഴിഞ്ഞ് അദ്ദേഹം താഴേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കൊച്ചുകുട്ടി ഓടി വന്ന് ചോദിച്ചു, അങ്ങേക്ക് ഈ പറയുന്ന ദൈവത്തെ എപ്പോഴെങ്കിലും സ്വന്തം ജീവിതത്തിൽ ഒന്ന് തൊട്ടറിയാൻ സാധിച്ചിട്ടുണ്ടോ? ആ ഒറ്റ ചോദ്യത്തിനു മുമ്പിൽ ആ പ്രസംഗകൻ മറുപടിയില്ലാതെ നിന്നുപോയി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് സ്മരിക്കുന്ന അന്തോണിയൂസ് പുണ്യാളൻ്റെ പ്രത്യേകതയും ഇതായിരുന്നു. അദ്ദേഹം വെറുതെ വചനം പ്രസംഗിക്കുകയായിരുന്നില്ല, മറിച്ച് ജീവിക്കുന്ന ദൈവത്തെ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ് സംസാരിച്ച വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഉണ്ണീശോ പോലും ഒരു കൊച്ചുകുട്ടിയായ അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ വന്ന് ഇരിക്കാനിടയായത്. പോർച്ചുഗലിലെ ഒരു വലിയ പ്രഭു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. സമ്പത്തും പദവിയുമൊക്കെ ഉണ്ടായിരുന്നിട്ടും ഫ്രാൻസിക്കൻ സന്യാസികളുടെ ലളിത ജീവിതം കണ്ടപ്പോൾ അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ചു. ആരും അറിയപ്പെടാതെ ഒരു സാധാരണ അടുക്കളക്കാരനായി ജീവിക്കാൻ പോലും അദ്ദേഹം തയ്യാറായി. പക്ഷേ ദൈവവചനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആഴമേറിയ ജ്ഞാനം ദൈവം ലോകത്തിനു മുമ്പിൽ പുറത്തു കൊണ്ടുവന്നു. ഈ തിരുവചനവും വിശുദ്ധൻ്റെ ജീവിതവും നമ്മെ 3 കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന്, വിനയമുള്ള ജീവിതം, ട്രൂ ഹ്യൂമിലിറ്റി. സ്വന്തം സുഖങ്ങളും കുടുംബമഹിമയും ഉപേക്ഷിച്ച് ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. വലിയ പണ്ഡിതനായിരുന്നിട്ടും ഒരു സാധാരണക്കാരനായി ജീവിച്ച ആ വിനയമാണ് അദ്ദേഹത്തെ വിശുദ്ധനാക്കിയത്. 2, എളിമയോടെ ജീവിക്കുക, സിമ്പിൾ ലിവിങ്. യാത്രയ്ക്ക് വലിയ കെട്ടുപാടുകളൊന്നും കരുതരുതെന്നാണ് സുവിശേഷത്തിൽ ഈശോ ശിഷ്യന്മാരോട് പറയുന്നത്. അതുപോലെ അന്തോണിയൂസ് പുണ്യാളനും ആഡംബരങ്ങളൊന്നും ആഗ്രഹിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിച്ചു. 3, അഴുകാത്ത നാവ്, ദി ഇൻകറപ്റ്റ് ടങ്. അന്തോണിയൂസ് പുണ്യാളനെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഒട്ടും വിട്ടുകളയാൻ പറ്റാത്ത ഒന്നാണിത്. അദ്ദേഹം മരിച്ച 32 വർഷങ്ങൾക്ക് ശേഷം കല്ലറ തുറന്നപ്പം ശരീരം മുഴുവൻ അഴുകിപ്പോയെങ്കിലും അവിടുത്തെ നാവ് മാത്രം ഒട്ടും കേടുപാട് കൂടാതെ ജീവനുള്ളതുപോലെ ഉണ്ടായിരുന്നു. ദൈവവചനം സത്യസന്ധമായി പ്രഘോഷിക്കാൻ അദ്ദേഹം തൻ്റെ നാവിനെ ഉപയോഗിച്ചതുകൊണ്ടാണ് ദൈവം ആ നാക്കിനെ അഴുകാതെ കാത്തു സൂക്ഷിച്ചത്. ഇന്ന് നമുക്ക് പ്രായോഗികമായി ചിന്തിക്കാം. ഈ തിരുനാൾ ആഘോഷിക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയാമോ? വലിയ വലിയ വാക്കുകൾ പറയുന്നതിനേക്കാൾ നമ്മുടെ നാവും സ്വഭാവവും കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. കാണാതെയായ സാധനങ്ങൾ മാത്രം കണ്ടെത്തിത്തരുന്നൊരു വിശുദ്ധനല്ല അദ്ദേഹം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് എവിടെയോ നഷ്ടപ്പെട്ടു പോയ സ്നേഹവും പരസ്പര വിശ്വാസവും തിരികെ കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം. ഇന്ന് നമ്മുടെ നാക്കുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കില്ലെന്നും പരദൂഷണം പറയില്ലെന്നും വിഷമിച്ചിരിക്കുന്ന ഒരാൾക്കെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞ് ആശ്വാസം കൊടുക്കുമെന്നും നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ ചെയ്യുമ്പം നമ്മളും അന്തോണിയൂസ് പുണ്യാളനെ പോലെ ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരായി മാറും. വിശുദ്ധ അന്തോണിയൂസിൻ്റെ അനുഗ്രഹവും മധ്യസ്ഥതയും നമ്മുടെ കുടുംബങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നന്ദി.